എന്തൊക്കെയാണ് സുഖം തന്നെയല്ലേ? അപ്പം ഞാനിവിടെ ഹാപ്പി ആയിരിക്കുന്നുണ്ട്. നിങ്ങളും ഹാപ്പി ആയിരിക്കുക. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയെ കൊണ്ട് നടക്കുക കേട്ടോ. അപ്പോൾ അതില്ലാത്തവർക്ക് അത് ചുമ്മാ ഒരു ജസ്റ്റ് എപ്പോഴും ഇങ്ങനെ ഒരു സ്മൈലി ചിരിച്ച് നിൽക്കുക. ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. എന്നാലും മുഖത്തുള്ള പുഞ്ചിരിയെ കളയാതെ സൂക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് വന്നിട്ട് ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മാലയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല, ഏതാ ഫസ്റ്റ് വരുമെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു മാലയുടെ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്സഡ് കളർ ബീഡ് വെച്ചിട്ട്, ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ട്, ക്രിസ്റ്റൽ അല്ലേ ഇത്, ഈ ഒരു ബീഡ് കേട്ടോ. അപ്പോൾ എല്ലാ കളറും മിക്സ് ആയിട്ടാണുള്ളത്. ഇത് വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം. ഞാൻ വന്നിട്ട് എലാസ്റ്റിക് ത്രെഡ്, കോട്ടൺ ത്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എലാസ്റ്റിക് ആണ് ഇത്, കണ്ടോ. ഇതിൻ്റെ അറ്റത്ത് സൂചിയല്ല കോർത്തത്, കോപ്പർ വയർ മടക്കി വെച്ചിട്ട് അതാണ് കോർത്തത് കേട്ടോ. കണ്ടോ, ഇതേപോലെ വെച്ചു, എന്നിട്ട് ഇതിലേക്ക് കോർത്തു. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് രണ്ട് ഭാഗത്തും കോപ്പർ വയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ രണ്ട് സൂചിക്ക് പകരം ഇതെടുക്കുക കേട്ടോ. സൂചി ആകുമ്പോൾ ചില ബീഡ്സ് ഒന്നും കോർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കോപ്പർ വയറാകുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല. കുഞ്ഞു ബീഡ് പോലും ഇതിൽ കോർത്തെടുക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യേണ്ടി വന്നില്ല, കട്ടായി കേട്ടോ. ഓക്കെ, ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് ഇപ്പുറത്തെ അറ്റവും കൂടെ ഇതിലേക്ക് വെക്കുക കേട്ടോ. ഇതേപോലെ ചെയ്യാം. എന്നിട്ട് ബീഡ്സ് കോർക്കാം. ബീഡ്സ് എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് കോർക്കാണ്. അപ്പോൾ ഒരു ബീഡ് കോർത്തു, ഇപ്പോൾ വന്നിട്ട് 4 ബീഡ്, സ്റ്റാർട്ടിങ്ങിൽ 3 ബീഡ് കോർത്തു. 4ാമത്തെ ബീഡ് വന്നിട്ട് ഓപ്പോസിറ്റായിട്ട് കോർക്കണം. നമ്മൾ മിക്ക വർക്കുകളിലും ഇതേപോലെ ചെയ്യാറുണ്ട് കേട്ടോ. ബാഗിൻ്റെ വർക്കാണെങ്കിലും മറ്റു പല വർക്കിലും ഇതേ മെത്തേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് കോർത്തെടുക്കണം. അപ്പോൾ ഇതിൽ ഓപ്പോസിറ്റായിട്ട് കോർക്കുമ്പോൾ ഒരു ത്രെഡ് കുറച്ച് വലിച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയതിന് ശേഷം മാത്രമേ അടുത്ത കോർക്കാൻ കഴിയുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ഈ ഒരു എലാസ്റ്റിക്കിന് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ഇതിൽ കോർത്തെടുക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കട്ടിയുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രശ്നം. ഓക്കെ, അപ്പോൾ ഇതേപോലെ വലിച്ചെടുക്കാം. രണ്ടു ഭാഗവും ഈക്വലായിട്ട് പിടിച്ചിട്ട് നേരെ സെൻറ്ററിലേക്ക് ഈ ഒരു ബീഡ്സിനെ കൊണ്ടുപോകാം. കണ്ടോ, ഇതേപോലെ വരും. ഇതേപോലെ നമ്മുടെ കൈ അളവിന് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. കൈ അളവിന് കറക്റ്റ് വരുന്നത് പോലെ ഇതേ മെത്തേഡിൽ ചെയ്യാം. അടുത്ത വന്നിട്ട് ചെയ്യുന്നത് ഓരോന്നിലും ഓരോ ബീഡ് കോർക്കാം. ഓക്കെ, ഫസ്റ്റ് 3 ബീഡ് കോർത്തു, 4ാമത്തത് ഓപ്പോസിറ്റായിട്ട് കോർത്തു. ഇനി വന്നിട്ട് ഒരറ്റത്ത് ഒരു ബീഡ്, അടുത്തറ്റത്തും ഒരു ബീഡ്, ഒരു ബീഡ്, അടുത്ത വന്നിട്ട് ഓപ്പോസിറ്റായിട്ട് കോർക്കാം കേട്ടോ. രണ്ടിലും ഓരോ ബീഡ് കോർക്കാം. പിന്നത്തത് വന്നിട്ട് ഓപ്പോസിറ്റായിട്ട് കോർക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരു റൗണ്ട്, ഒരു കൈവട്ടത്തിൽ അളവില്ലേ, ആ ഒരു അളവിന് കണക്കാക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും കോർത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ലാതെ ഞാൻ അത്രയും കോർക്കുമ്പോൾ വെറുതെ സമയം പോകട്ടോ. പരമാവധി വേഗത്തിൽ പറഞ്ഞു തീർക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കാര്യം മനസ്സിലായില്ലേ? ഇനി വന്നിട്ട് ഇവിടെ ഒന്ന് പിന്നെ കോർക്കുന്നത് ഓപ്പോസിറ്റായിട്ട് കോർക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ കൈ അളവിന് കണക്കാക്കിയിട്ട് കോർത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ കൈയുടെ അളവിന് കറക്റ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ സെൻറ്ററിലെ ബീഡ്സ് എത്രയാണെന്ന് എണ്ണീട്ട് വേണമെങ്കിൽ പറഞ്ഞുതരാം. 17 ബീഡ് ഉണ്ട് കേട്ടോ. സെൻറ്ററിൽ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഇതേപോലെ 2 ബീഡ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്, കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഈ ഒരു ബീഡില്ലേ, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വന്ന ബീഡ്,
ആ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെ ഇതിലേക്ക് കോർത്തെടുക്കാം. ഓക്കെ, അടുത്ത വന്നിട്ട് ഇപ്പുറത്തെ സൈഡിലുള്ളതിനെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതേപോലെ കോർത്തെടുക്കാം. ടൈറ്റ് ചെയ്യാം. കണ്ടോ, ഒരു സൂപ്പർ ബ്രേസ്ലെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. മിക്സഡ് കളറാണ്, അതേപോലെ ഭയങ്കര ഡാർക്ക് കളറല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ കണ്ണിലടിക്കുന്ന കളറോ ഒന്നുമല്ല. കണ്ടോ, സിമ്പിളാണ്, വർക്ക് സിമ്പിളാണ്. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് മനസ്സിലാക്കിയാൽ മതി കേട്ടോ, അപ്പോൾ തന്നെ നമ്മളെ വർക്ക് കഴിയും. ഇനി വന്നിട്ട് ഇതിനെ കെട്ടി വെക്കണം. അപ്പോൾ കെട്ടി വെക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ അടുത്തുള്ള ബീഡ്സിലൂടെ കൊണ്ടുപോയിട്ട് 2 ത്രെഡും അല്ലെങ്കിൽ 2 എലാസ്റ്റിക് ആണെങ്കിലും അത് രണ്ടും ഒരേ സ്ഥലത്ത് എത്തുന്ന രീതിയിൽ കൊണ്ടുപോകണം. രണ്ടും ഒരേ ഭാഗത്ത് എത്തണം. ഇതിൻ്റെ ഉള്ളിൽ 2 കട്ടിക്ക് ത്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വയർ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല കേട്ടോ. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല, പരമാവധി ശ്രമിക്കാം. പറ്റിയിട്ടില്ലെങ്കിൽ വേറെ ഓപ്ഷൻ കണ്ടുവരും. ഓക്കെ, കിട്ടി കേട്ടോ. അപ്പോൾ ഇതിനെ വലിച്ചെടുക്കാം. ടൈറ്റ് ചെയ്യാം. അതേപോലെ അടുത്ത ഭാഗം, ഈ ഒരു ഭാഗത്തുള്ള ഓക്കെ, ഈ ഒരു ഭാഗത്തുള്ളത് ഈ ബീഡിലൂടെ വന്നാൽ ഇതിൻ്റെ അടുത്തെത്തട്ടോ. കണ്ടോ, ഇതേപോലെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ടൈറ്റ് ചെയ്യാം. നല്ല രീതിക്ക് കെട്ടിവെക്കാം. അപ്പോൾ നല്ല രീതിക്ക് ടൈറ്റിൽ കെട്ടിവെക്കാം. അപ്പോൾ ഇത് കോട്ടൺ ത്രെഡ് ആയതുകൊണ്ട് തന്നെ, കോട്ടൺ ഇലാസ്റ്റിക് ത്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴിഞ്ഞ് വരത്തില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഗമ്മ് യൂസ് ചെയ്തിട്ട് ഒരു കെട്ട് കൂടെ കെട്ടിവെക്കണം. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, നല്ല രീതിക്ക് കെട്ടി വെച്ചു. ബാലൻസ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം മുട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പുറമേ നിൽക്കുന്ന ത്രെഡില്ലേ അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ വേറൊരു ബ്രേസ്ലെറ്റ് വേറെ മോഡലാക്കാം. അപ്പോൾ അങ്ങനെ വേണം. അതെന്താണെന്ന് അറിയണം മുന്നുള്ളവർ. ഇത് ചെയ്യണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോ അടുത്ത വരുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറമുള്ള ഇതിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് കൂടിയാണ് കൊണ്ടാണ് കേട്ടോ. ബ്രേസ്ലെറ്റിൻ്റെ മോഡലുമായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.